ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ നാളത്തേക്ക് ശേഷം എൻ്റെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കും എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് പോയി. എനിക്കറിയാവുന്നത് പോലെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ലോങ് വീഡിയോ ആണ്. ഞാനങ്ങനെ ഭയങ്കര ഒരു എഡിറ്റിംഗ് പ്രൊഫഷണലൊന്നും അല്ല, എഡിറ്റ് ചെയ്യാൻ അറിയില്ല, അതാണ് സത്യം. അപ്പോൾ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചിട്ടേ ഉള്ളൂ. കുറച്ച് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട്, നോയ്സൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വരിക. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, പോയി കണ്ടിട്ട് വരൂ. അപ്പോൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വൈദ്യൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. വൈദ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ടിപ്പിക്കലി ഒരു നമ്മുടെ പഴയ കാലത്തെ വീടില്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും തന്നെയാണ്. ഇത് വൈദ്യൻ എന്ന് പറയുമ്പോൾ ഇത് ഹോമിയോയുടെ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട് അമ്പുടിന്. അതായത് ഈ കഫക്കെട്ടിന് മാറാൻ വേണ്ടിയിട്ടും അല്ലാണ്ട് ഈ ഇവന് ഹോമിയോ മരുന്ന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇവന് ഓൾറെഡി നേരത്തെ തന്നെ ഇതുപോലെ കഫത്തിൻ്റെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെയാണ് കാണിച്ചപ്പോൾ ഈ വൈദ്യൻ്റെ വീടാണ്. അപ്പോൾ ഈ വീട് അത്യാവശ്യം നല്ല ഒരു സ്പെഷ്യൽ വീട് തന്നെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നോർമലി കാണുന്നൊരു വീട് പോലെയല്ല. ഈ വീട്ടിലെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആനയുണ്ട്. എന്ന് പറയുമ്പോൾ ഒറിജിനൽ ആനയല്ല, അവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ആനയുടെ സ്റ്റാച്യു. അപ്പോൾ അമ്പുട് ഇതുപോലെ ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ആനയുടെ സ്റ്റാച്യു ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിന്ന് കാണുന്നുണ്ട്. അവനിങ്ങനെ കാണിക്കും, ആന ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തന്നെ സൺഡേ ആണ്. അപ്പോൾ സൺഡേ മോർണിംഗ് ഇവിടെ രാവിലെ 8 മണി തൊട്ടാണ് കൺസൾട്ടിങ് വരുന്നത്. സൺഡേ ഉച്ച വരെയുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ അമ്പുടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇഷ്ടംപോലെ വെറൈറ്റി പ്ലാന്റ്സും ബൊഗെയിൻവില്ലാസും ഒരുപാട് തരത്തിലെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പല ഇതുപോലെ ഷേപ്സിലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് മറ്റേ ബാനിയൻ ട്രീ പോലത്തെ ട്രീസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഒരു സ്റ്റോണിൽ വെച്ചിട്ടുള്ളൊരു സ്കൾപ്ചറുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് അമ്പുട് ഇതുപോലെ ദൈവം, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും കൊത്തുപണി ചെയ്ത വിഗ്രഹങ്ങൾ കാണില്ലേ, അപ്പോൾ അതുപോലെ വിചാരിച്ചിട്ട് അമ്പുട് ഇങ്ങനെ 2 കൈ എടുത്ത് തൊഴുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എക്സോട്ടിക് പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. അവർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഈ വീടിൻ്റെ ഗേറ്റിനകത്ത് കയറുമ്പോഴേ ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ്, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ. ഒരുപാട് പ്ലാന്റ്സും ഇപ്പോൾ തന്നെ മൊത്തം കയറിയാൽ ഏതാണ്ട് ഒരു ചെറിയൊരു മ്യൂസിയം വിസിറ്റ് ചെയ്തൊരു ഫീൽ ഉണ്ടാവും നമുക്ക്. അപ്പം അവിടേക്ക് പറഞ്ഞ് ആനയോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അപ്പോഴത്തേക്കും തന്നെ അമ്മ എന്നെ പിക്ക് ചെയ്യാൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഒരുപാട് നാളെന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ഒരു മാസം കഴിഞ്ഞു. ഉത്സവത്തിന് വന്നതാണ്. ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ ശ്രീക്കുട്ടിയുണ്ട്. ശ്രീക്കുട്ടിക്കൊക്കെ അമ്പുടുവിനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. എപ്പോഴും വിളിക്കുമ്പോഴത്തേക്കും ചോദിക്കും, ഒന്ന് വാ അമ്പുടുവിനെ ഒന്ന് എടുക്കാൻ കൊതിയാവുന്നെന്ന് പറയും. അപ്പോൾ അമ്പുടുവും വന്നിട്ട് അമ്പുടു മറന്നൊന്നുമില്ല കേട്ടോ. 1 മാസം കഴിഞ്ഞെങ്കിൽ പോലും വീഡിയോ കോൾസിലൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും അമ്പുടു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്പുടു ഇതുപോലെ വന്നുടൻ ഒളിച്ച് കളിക്കാൻ തുടങ്ങിയതാണ്. രാവിലെ തന്നെ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു. അമ്പുടു കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ അമ്പുടുവിന് പോയി ഫുഡ് ഉണ്ടാക്കി. ശ്രീക്കുട്ടി അമ്പുടുമായിട്ട് പുറത്ത് കളിക്കുന്ന സമയത്ത് ഞാൻ പോയി അമ്പുടുവിന് കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു. അമ്പുടു ഭയങ്കര എന്ന് വെച്ചാൽ ശ്രീക്കുട്ടി കണ്ടപ്പോഴത്തേക്കും തന്നെ അമ്പുടുവിൻ്റെ ആ ഒരു ചിരിയും കളിയും ഭയങ്കര ഹാപ്പി ആയ കേട്ടോ ആള്. അയ്യോ ഇപ്പോൾ വീഴാൻ പോയിട്ട്, പക്ഷെ വീടില്ല, അവൻ ബാലൻസ് ചെയ്ത് നിന്നു. ഓക്കെയാണ്. ഇപ്പം അവനെല്ലാം അറിയാം. ഇപ്പം ഗേറ്റ് ഒക്കെ തുറന്ന് കിടക്കുകയാണെങ്കിൽ അമ്പുട് പറയും ഗേറ്റ് അടയ്ക്ക് എന്നൊക്കെ പറയും. ഇപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ കാരക്ക മരം കേട്ടോ. വർഷങ്ങളായിട്ട് വർഷത്തിൽ 2 പ്രാവശ്യം കാരക്ക ഉണ്ടാവും. പിന്നെ നമ്മൾ മുറ്റത്ത് നിന്ന് കളിക്കുമ്പോഴൊക്കെ നമ്മുടെ മണ്ടയിൽ കൂടെ വന്ന് വീഴും ഓരോന്ന് വിധം. ഫുൾ തൂക്കാനും ഒക്കെ ഇഷ്ടം പോലെ മുറ്റത്ത് നിറയെ കാരക്കയായിരിക്കും. പക്ഷേ ഈ കാരക്ക ഫ്ലവർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ മുറ്റത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും. രാവിലെ ഒരു ചെറിയൊരു വൈറ്റ് കളർ ഫ്ലവർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അതിങ്ങനെ മെത്ത പോലെ പറയാൻ വേണ്ടി ഒരു കുഷൻ പോലെ തന്നെ നമ്മുടെ മുറ്റത്ത് ഫുൾ ഇതുപോലെ പൂ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഞാൻ പോയി അമ്പുടുവിന് കുറുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് അമ്പുടുവിന് ഫീഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അമ്പുടു ഈ ഒരു കളിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവൻ കഴിക്കും എന്നുള്ള രീതിയിൽ, പക്ഷേ എങ്കിലും കുറച്ച് ബാക്കി വെച്ചെങ്കിലും അവൻ ബാക്കി കുടിച്ചു. അങ്ങനെ ഞാനിതുപോലെ അമ്പുടുവിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വീടും പരിസരവും ഒന്ന് കാണാൻ ഇറങ്ങി. എനിക്ക് ഈ ഒരു എനിക്ക് ഏറ്റവും കാണാനൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ചെടികളാണ്. ഇവിടെ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോഴത്തേക്കും വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വലിയ ചെടികളും ബാക്ക് പോർഷനിൽ ഇതുപോലെ
അച്ഛൻ ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ടൊക്കെ ചെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴും ഇതുപോലെ അച്ചമ്മ പഴുത്ത മാങ്ങയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരുന്നതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് നോർമലി കുഞ്ഞിലെ നമ്മൾ ഇതുപോലെ സ്കൂളിൽ കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നോർമലി ഈ പഴുത്ത മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് മാങ്ങയൊക്കെ മേടിച്ചിട്ട് വന്നാൽ അപ്പോൾ ചാലയിലൊക്കെ പോയി മേടിക്കുമായിരുന്നു. ചാലയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തൊക്കെ ഇതുപോലെ കുറച്ച് ചെറിയ രീതിയിലുള്ള കച്ചവടക്കാരൊക്കെ വന്ന് നിൽക്കും. ഇത് നമ്മുടെ വീട്ടിലെ ജാമ്പയ്ക്ക മരമാണ്. ഒരുപാട് ജാമ്പയ്ക്ക ഇതുപോലെ കാഴ്ച നിൽപ്പുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ആ ഗ്രീൻ ലീവ്സിൻ്റെ ഇടയിൽ റെഡ് വാട്ടർ ആപ്പിൾ എന്ന് പറയാറുണ്ട്. ഈ ജാമ്പയ്ക്ക ഉള്ള ഇതിൻ്റെ ഒരു ആക്ച്വലി ഒരു കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജാമ്പയ്ക്ക ഉള്ള വീട്ടിൽ ആൾക്കാർക്ക് ജാമ്പയ്ക്ക വേണ്ട ആക്ച്വലി. നമുക്ക് പിന്നെ ഈ ജാമ്പയ്ക്ക ഇല്ലാത്ത എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർ യോജിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരിങ്ങനെ ആഗ്രഹിക്കും. പക്ഷേ ജാമ്പയ്ക്ക നമ്മൾക്കൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് ആക്ച്വലി വലിയ ക്രേസ് ഇല്ല അല്ലേ ജാമ്പയ്ക്കയോട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓഫൺ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇല്ലാത്തപ്പോഴത്തേക്കും വിചാരിക്കാം അയ്യോ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. പിന്നെ അതുപോലെ തന്നെ അമ്മ ഇതുപോലെ കിണറിൻ്റെ പുറത്ത് ഇത് മുറത്തിൽ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോഴേ അച്ഛൻ ഇതുപോലെ കുരുമുളക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. കുരുമുളക് പറിച്ചിട്ട് ഇതുപോലെ മുറത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ നല്ലപോലെ വാഷ് ചെയ്ത് നല്ല പൊടിയും കാര്യങ്ങളും കാണും. അപ്പോൾ ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് വലയൊക്കെ വിരിച്ച് നന്നായിട്ട് ഉണക്കി ഈ ഗ്രീൻ കളറൊക്കെ മാറി നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലാവും. എന്നിട്ട് അതിനെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് വീട്ടിലത്തെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഇത് ജിഞ്ചർ പ്ലാന്റ്സ് ആണ്. ഇത് ഞാൻ മുന്നത്തെ ഒരു ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഈ പൂവൊക്കെ ഇത് ആക്ച്വലി ഈ ചെടികളൊക്കെ ഞാൻ നട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുറേ നാളത്തേക്ക് ശേഷം വന്നപ്പോഴത്തേക്കും ഇതൊക്കെ പൂത്തൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ആണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ. എപ്പം എന്ത് കിട്ടിയാലും ഞാൻ അതിൻ്റെ കുറേ സാപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. സാപ്ലിങ്സിനെ ഇളക്കി നട്ട് ഒരു മൾട്ടിപ്ലൈ ആക്കാൻ വേണ്ടി നോക്കും. ഇത് അലോവേറയുടെ പാരന്റ് പ്ലാന്റ് ആണ്. ഇത് കുറേ തൈകൾ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിലേക്ക് പോയപ്പോഴത്തേക്കും ഇതുപോലെ ചോറൊക്കെ ആയി. നമ്മൾ ചോറ് പിന്നെ മീൻകറി പിന്നെ കപ്പ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അമ്മ പുറത്ത് ഇങ്ങനത്തെ ഒരു അടുപ്പ് കൂട്ടിയിട്ടാണ്. കാരണം ഇവിടെ അത്യാവശ്യം വിറകുകളൊക്കെ ഉള്ളത് കൊണ്ട് പുറത്തിട്ടാണ് ഫുഡൊക്കെ അങ്ങനത്തെ ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഗ്യാസ് നമുക്ക് ഭയങ്കര റേറ്റ് അല്ലേ, അപ്പം നമുക്കത് ബാലൻസ് ചെയ്യാമല്ലോ. അങ്ങനെ അച്ചമ്മ ദാണ്ടെ മാങ്ങയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് പീസൊക്കെ ആക്കി ഇനി ഇത് നമുക്കിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓരോ പീസ് വീതം എനിക്കും ശ്രീകുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പണ്ടേ അതിങ്ങനെയാണ്, ഇപ്പോഴും അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാനും ശ്രീകുട്ടിയൊക്കെ ഇരുന്ന് ഒരു ജാമ്പക്കയും പഴുത്ത മാങ്ങയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വിശേഷം അവിടുത്തെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ ഇതുപോലെ ഞാൻ വന്നപ്പോഴത്തേക്കും വന്ന് അമ്പുടുവിനെയൊക്കെ വന്ന് കൈയൊക്കെ വാഷ് ചെയ്തൊക്കെ എടുത്തിട്ട് പോയിട്ട് വീണ്ടും അച്ഛൻ കുരുമുളക് പറിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഏണിയുണ്ട് കേട്ടോ. അപ്പോൾ ഏണി വെച്ച് ചാരിയിട്ട് ഇതാണ്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഈ ബാക്ക് വശം ഫുള്ള് കൃഷിയാണ്. പൈനാപ്പിൾ തൊട്ട് വാഴ, പൈനാപ്പിൾ, കുരുമുളക്, കംപ്ലീറ്റ് സാധനങ്ങളും മഞ്ഞൾ എല്ലാം ഉണ്ട് ബാക്ക് വശത്ത്. അങ്ങനെ അമ്പുടു അങ്ങനെ ഇതുവരെ കാരണം പല്ലൊക്കെ ഇപ്പോൾ വന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പല്ലൊക്കെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അമ്പുടു അങ്ങനെ ജാമ്പയ്ക്കൊന്നും ഇതുവരെയും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അമ്പുടൂന് ഒരു ഇച്ചിരി ജാമ്പയ്ക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആൾ കഴിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവന് മധുരം വലിയ ഇതില്ല, പുളിപ്പിനോടും എരിവിനോടും ഉപ്പിനോടും ഒക്കെയാണ് അമ്പുടൂന് ടേസ്റ്റ്. അങ്ങനെ ജാമ്പയ്ക്ക് അവൻ വാങ്ങി വാ തുറന്നു കൊടുത്ത, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഫുഡ് കൊടുക്കുന്നത് പോലും വാ പോലും തുറന്നു തരത്തില്ല. അങ്ങനെ ജാമ്പയ്ക്കൊക്കെ അമ്പുടും കഴിച്ചു. ഇത് വന്നിട്ട് രമ്പയിലയാണ്, നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടത്തില്ലേ രമ്പയില. ഇതെന്ന് പറയുമ്പോൾ ഈ കാണുന്ന തെങ്ങിന് ചുറ്റും എന്തു പറയും, എൻ്റെ ഒരു കാട് പോലെ രമ്പ ഫുള്ളുണ്ടായിരുന്നു. അങ്ങനെ കുറേ കച്ചം വെട്ടിക്കളഞ്ഞു. ഇപ്പം ഉള്ള 2 മൂടാണ്. പിന്നെ വിഷുവിന് ഞങ്ങൾ വീട്ടിലില്ലാത്തത് കൊണ്ട് അമ്പുടുവിന് കൈനീട്ടം കളക്ഷനാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ അച്ഛൻ പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും പഫ്സും ഇതുപോലെ 7up ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു.
അപ്പം നമ്മൾ കുറച്ച് നേരം മാങ്ങയും ജാമ്പയ്ക്കൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും പപ്സൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറിന് കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പുളിശ്ശേരി, ഫിഷ് കറി, അവിയലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. കാരണം നല്ല ഫുഡ് കഴിച്ചതുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇതുപോലെ ഒരുപാട് ചവറൊക്കെ കിടന്ന് നമുക്ക് തൂത്തുകൂട്ടി വാരിയിട്ട് തീടുമായിരുന്നു കേട്ടോ. മീൻസ് കൊതുകും ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് കൊതുക് ഉണ്ടാവും. അപ്പം പുകയ്ക്കായിരുന്നു ആക്ച്വലി. പിന്നെ ഇത് ചേനയാണോ ചേമ്പാണെന്ന്, ചേനയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചേനയുടെ പൂവാണ് കേട്ടോ. നോർമലി പൂവല്ലേ കളർഫുള്ളായിട്ട് കിടക്കുക. ചേനയുടെ പൂവ് വന്നിട്ട് ലീവ്സ് നല്ല ഗ്രീനും ഈ പൂവ് ഈ ഒരു കളറാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന പോട്ട്സിലെ മണി പ്ലാന്റ് ഒക്കെ നമ്മളിതുപോലെ നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് എൻഡിങ് പാർട്ട് എത്തി. അപ്പം പുതിയ വീട്ടിലത്തേക്ക് ഞാനിതുപോലെ പോട്ട്സൊക്കെ അമ്മയുടെ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് ഞാനിത് ഓൾറെഡി നട്ടിട്ട് പോയതാണ്. അത് ഇത്രയും വളർന്നു കേട്ടോ. എനിക്കിത് കാണുമ്പോഴത്തേക്കും എനിക്ക് എന്തുമാത്രം ഹാപ്പിനെസ് ആണുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിതുപോലെ മണി പ്ലാന്റ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ ഒരുപാട് അടുത്തുനിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ലൈറ്റ് ഗ്രീൻ ആണ്. ഇത് ഗ്രീനും വൈറ്റും കൂടെ വരുന്ന ഒരു മിക്സാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഞാനിതുപോലെ നട്ട് വച്ചിട്ടാണ് പോയത്. അപ്പോഴത്തേക്കും ഇതൊക്കെ ഞാൻ എന്നും അമ്മയോട് വിളിക്കുമ്പോൾ പറയാം, അമ്മ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുന്നുണ്ടോ എന്ന് ഞാൻ തിരക്കാറ്. അപ്പോൾ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ശ്രീകുട്ടി അമ്പടും കൂടെ ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു. ജംഗ്ഷൻ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ആ പ്ലെയിൻ പോകുന്നതിൻ്റെ ഒരു വോയിസ് ഞാൻ ശ്രദ്ധിച്ചത്. കണ്ടോ, ഞാനത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് വീഡിയോയിൽ കിട്ടി. അപ്പോൾ ഞാൻ വന്നതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ കോളേജിലോട്ട് പോകണം. അതായത് തിങ്കളാഴ്ച എനിക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റും എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനിൽ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിതാ പാച്ചലൂർ ജംഗ്ഷനിൽ തന്നെയുള്ള കേക്ക് പ്ലാനറ്റിനകത്തോട്ട് കയറുകയാണ്. കേക്ക് പ്ലാനറ്റിന് ഒരു ഭയങ്കര ചൂട് കേട്ടോ. ഈവൻ വൈകിട്ട് 5:30 ശേഷമാണ് നമ്മൾ ഇറങ്ങിയെങ്കിൽ പോലും ഭയങ്കര ചൂട് എന്ന് പറയുമ്പോഴത്തേക്കും ദൈവമേ സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ചൂട് ഉയർച്ചൊരു പരിപാടി. നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. എ സി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസാണ്. കയറുമ്പോഴത്തേക്കും ഭയങ്കര ഒരു തിരക്കോ ക്രൗഡോ അങ്ങനെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പടും ഇച്ചിരി കംഫർട്ടബിളായി സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറിയപ്പോൾ. ഈ പുറത്തെ ഈ ചൂടിനകത്തുനിന്ന് അകത്ത് തണുപ്പിലോട്ട് കയറിയപ്പോഴത്തേക്കും നല്ലൊരു കംഫർട്ടബിളായിട്ട് വെച്ചാൽ ആളായാലും നല്ലപോലെ കരഞ്ഞൊന്നുമില്ല. അങ്ങനെ നമ്മൾ 2 ബട്ടർ സ്കോച്ച് ഷേക്കിന് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്തു. അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും ശ്രീകുട്ടിയും കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ആ ടൈം ഡ്യൂറേഷൻ കൊണ്ട് നമ്മൾ ഷേക്ക് എത്തിയത് നമ്മൾ വിചാരിച്ചാലും അപ്പുറം ഒരു സൂട്ടിങ് ടേസ്റ്റ് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സാധാ നമ്മൾ കഴിക്കുന്ന ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫീലല്ല. പക്ഷേ ഐസ്ക്രീം ആയെങ്കിൽ പോലും നല്ലൊരു പ്രീമിയം ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ പോലും ഇത്രയും ചൂട് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഭയങ്കര റിലീഫ് തന്നെയാണ് കേട്ടോ. കൊള്ളാം. POSC अप्लाई करूँ और फिर क्यों अपनी कंपनी में मुझे तो सब इंस्टेंटली मिल गया. Seriously तू जानता है इसका बैकबोन. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശ്രീകുട്ടിക്ക് ഇതുപോലെ കുറച്ച് ഫാൻസി ഷോപ്പിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതായത് കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഡെയിലി വെയർസിന് വേണ്ടിയിട്ട് ഇയറിങ്സ് ഇല്ലേ, നമുക്ക് സ്റ്റഡ്സ് ആണെങ്കിൽ പോലും ഡെയിലി യൂസ് ചെയ്യാൻ കണക്കാക്കി കുറച്ച് ഇയറിങ്സ് മേടിക്കണമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ മേടിക്കണമായിരുന്നു. നാളെ കോളേജിൽ പോകണം. പിന്നെ അതുമാത്രമല്ല അമ്പടൂന് കുറച്ച് ടോയ്സ് ഒക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അമ്പടൂന് 2-3 ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് ആ ഒരു ഏസിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ വീണ്ടും ഭയങ്കര രീതിയിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ലൈം കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോഴത്തേക്കും അവിടെ അവിൽ മിൽക്കിൻ്റെ ഒരു ഇത് കണ്ടു, ബോർഡ് കണ്ടു. സ്പെഷ്യൽ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ചൂട് കേട്ടോ, സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് 2 ലൈം കുടിച്ചിട്ട് അങ്ങ് വരുമായിരുന്നു. നമ്മൾ അവിൽ മിൽക്ക് ഓർഡർ കൊടുത്തു. അങ്ങനെ അമ്പടൂന് ഒരു കട്ട്ലേറ്റ് മേടിച്ചു കൊടുത്തു. അമ്പടൂന് ഒരു ചിക്കൻ കട്ട്ലേറ്റ് മേടിച്ചു കൊടുത്ത് അമ്പടൂന് അവിടെ എത്തി കേട്ടോ. നോർമലി അമ്പടൂ ഇടയാറാണ് പതിവ്, പക്ഷേ അമ്പടൂ നല്ല കുട്ടിയായിട്ട് സെറ്റായിട്ടിരുന്നു. അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് എത്തി. പക്ഷേ ഇത് വെറും 50 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു അവിൽ മിൽക്കിന്. അവിൽ മിൽക്ക് വിത്ത് സ്ട്രോബെറി ഐസ്ക്രീമും ചെറിയൊക്കെ വെച്ചിട്ട് 50 റുപ്പീസിന് അത് വർത്താണെന്ന് തോന്നി.
പിന്നെ നമ്മൾ വീട്ടിലോട്ട് എത്തി കേട്ടോ. നടന്ന് വീട്ടിലോട്ട് പോയി. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ജംഗ്ഷൻ. അപ്പം വീട്ടിലോട്ട് പോയതിന് ശേഷം വാങ്ങിച്ച പേപ്പറൊക്കെ മേടിച്ചിട്ടാണല്ലോ പോയത്. അപ്പോഴത്തേക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. പെയിൻറ്റിംഗ് ആയിട്ട് വെച്ചിരുന്നതൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്തു. കാരണം എനിക്ക് നാളെ സബ്മിറ്റ് ചെയ്യണം. അതുമാത്രമല്ല ഫ്രണ്ട് പേജൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. മീൻസ് ഒരു ആപ്ലിക്കേഷൻ ഫോം പോലെ തന്നെ ഉണ്ട് അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ്. അപ്പം അത് ഫുള്ള് എഴുതി 4 സബ്ജക്ട്സ് ആണ് ഉള്ളത്. അപ്പോഴത്തേക്ക് അതുപോലെ 4 സബ്ജക്ട്സിലത്തേക്കും 4 ഫ്രണ്ട് ഷീറ്റ് എടുത്ത് നമ്മൾ അതിനെ അതുപോലെ തന്നെ പിൻ ചെയ്ത് ട്വൈൻ ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ എല്ലാം ഫില്ലൊക്കെ ചെയ്ത് അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാരണം പിന്നെ നമുക്ക് നാളെ ലാസ്റ്റ് മിനിറ്റിൽ കിടന്ന ഒരു റഷിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എഴുതിയതിന് ശേഷമാണ് രാത്രി ഫുഡ് കഴിച്ചത് തന്നെ. ലാസ്റ്റ് പേജിനൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ടയർഡായപ്പോൾ ശ്രീകുട്ടി ഹെൽപ്പ് ചെയ്തു കേട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ബിഗ് ബോസ് ഒക്കെ കാണാൻ വേണ്ടി പ്രിപ്പയർ ആയി ഓൾറെഡി. പിന്നെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ബിഗ് ബോസും കണ്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കും, കറക്റ്റ് ചെയ്യിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിലേ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്